ഹായ് ഫ്രണ്ട്സ്, രൂപേഷാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ GSTR-1 ഫയലിങ്ങിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് പങ്കുവച്ചത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു GSTR-1 ഫയൽ ചെയ്യുമ്പോൾ GSTR-1 നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ആദ്യം 13 ബോക്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിന് തൊട്ട് കീഴെ അമെൻമെൻറ്റിൻ്റെ 10 ബോക്സുകൾ. അപ്പോൾ ഈ ആദ്യം കാണുന്ന ഈ 13 ബോക്സുകളിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് B2B സെയിൽസ് എന്ന കാറ്റഗറി ഫയൽ ചെയ്യാനുള്ളതാണ്. B2B എന്ന് പറയുമ്പോൾ നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡീലറാണ് നമ്മൾ സെല്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് അവരും GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള പേഴ്സൺസാണ്. അപ്പോൾ ഇവിടെ ഒരാൾ ചോദിച്ചത്, ഇതെല്ലാം B2B എല്ലാം കോമൺ അല്ലേ, ഇതിൽ CGST SGST കോമൺ ആയിട്ട് വരുന്ന കേസുകളല്ലേ ഇതിലെല്ലാം ഫയൽ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. നമ്മൾ മനസ്സിലാക്കുക, B2B സെയിൽസിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ, അതായത് CGSTയും SGSTയും വരുന്ന രീതിയിലാണ് അത് വരിക. ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ 2 തരത്തിലുള്ള GST വരും. ഈ ബോക്സിൽ തന്നെ നമുക്ക് ഇൻ്റർ സ്റ്റേറ്റ് സെയിൽ വരും, അതായത് IGST, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. അതായത് നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്തോട്ട് സെയിൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് പുറത്തോട്ട് മറ്റൊരു സ്റ്റേറ്റിലേക്ക് സെല്ല് ചെയ്യുന്ന കേസുകൾ, ഏത് കേസുകളാണെങ്കിലും B2B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലറും GST രജിസ്റ്റേർഡ് പേഴ്സണാണ്, ബയറും അല്ലെങ്കിൽ റെസിപ്പിയൻറ്റും GST രജിസ്റ്റേർഡ് പേഴ്സണാണ്. അപ്പോൾ B2B സെയിൽസിൻ്റെ ബോക്സിനകത്ത് രണ്ടും വരാം. അതായത് ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസ് പ്രകാരം ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസും വരാം, ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസും വരാം. ഇൻട്രാ സ്റ്റേറ്റ് സെയിൽസിൽ CGSTയും SGSTയും വരുന്നു, ഇൻ്റർ സ്റ്റേറ്റ് സെയിലിൽ IGST വരുന്നു. അപ്പോൾ ഈ കേസുകൾ ഈ B2B സെയിൽസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ GSTയെ കൂടുതൽ ഡീപ്പിൽ അറിയാനായിട്ട്, കൂടുതൽ ഡെപ്തിൽ അറിയാനായിട്ട്, പഠിക്കാനായിട്ട് സ്റ്റേ ട്യൂൺഡ് വിത്ത് ക്യാപിടാക്സ് ഇന്ത്യ. താങ്ക് യു.